അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോഴേ പറഞ്ഞതാ ആന ഇടയുന്നുള്ളത്. പറഞ്ഞാ മനസ്സിലാവില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? എന്തെങ്കിലുമൊക്കെ ചെയ്. ശരി. എന്താ ഇവിടെ പ്രശ്നം? സാറേ കോളേജില് കോളേജിലെ സ്ട്രൈക്ക് വിളിച്ച ചേട്ടന്മാരൊക്കെ എവിടെയാ? അവന്മാരാണ്. ആരൊക്കെത്? നീന്നടാ. ചേട്ടന്മാരൊക്കെ ഏത് വർഷം കോളേജിൽ പഠിച്ചതാ? 2013-15 ബാച്ചാ. ചേടാ വില പണിക്കും പോടാ. മുതുക്കന്മാരായില്ലേ? കുക്കറിലിട്ടടിച്ചാ വരെ വേവില്ല. കോളേജ് പിള്ളേരുടെ കൂടെ സമരം ഉണ്ടാക്കാൻ നടക്കണ്. സാറേ ഞങ്ങളും ആ ക്യാമ്പസിൽ പഠിച്ചിറങ്ങിയതാ. ആ ക്യാമ്പസിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് പിള്ളേര് വിളിച്ചാൽ ഞങ്ങൾ ചെല്ലും. ഇനിയാണെങ്കിലും ചെല്ലും സാറേ. സാറ് പുതുതായതുകൊണ്ടാ അറിയാത്തോണ്ടാ? അറിയാത്തൊക്കെ അറിയണം. മൊത്തം പറഞ്ഞിട്ട് പോയാ മതി. ഇതൊന്നാണ്ട് എഴുതിയെടുക്ക്. സാറേ ഞാൻ ഫ്രീ ആയിട്ട് വായിച്ചോളാം. യുവമാർക്ക് ഒരുപാട് പറയാനുണ്ട്. ചെല്ല്. എന്റെ ഗജേന്ദ്രൻ സാറേ, ഇവന്മാരി കാണുന്ന പോലൊന്നുമല്ല. ആ സമരത്തിന്റെ ഇടയിൽ ഞങ്ങളേക്ക് ഇടിച്ചു മാറ്റി ആ കൊടിയെടുത്ത് ഇവനൊരു പറപ്പിക്കലായിരുന്നു. അന്നേരം എന്നെ ജൈവിളിയായിരുന്നു ആ പിള്ളേര്. മതിയടോ, വെറുതെ പറഞ്ഞ് ഇവനെയൊക്കെ മാസാക്കാൻ നിക്കണ്ട. അല്ലടാ, ഇപ്പൊ എന്തിനായിരുന്നു ഈ സ്ട്രൈക്ക്? ഒന്ന് പറഞ്ഞേ സാറേ. പ്രശ്നങ്ങളെ കുറിച്ച് പറയാനാണ്. നീ പറ. ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നു ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയില്ല. ഇതാരാ? ഭദ്രാട്ടനാ? എന്താ ഇവിടെ? ഗജേന്ദ്ര, ലൈലാസുരൻ എന്റെ കൊച്ചുമോനാ. ലൈലാസുരനോ? സാറേ അത് ഇവന്റെ പേരാ അത്. ചേട്ടന്റെ കൊച്ചുമോനത്. ഓ, ഭദ്രൻ സഖാവിന്റെ കൊച്ചുമോനല്ലേ? വെറുതെ അല്ല, ആളെ മനസ്സിലായില്ല അല്ലേ? പഴയ കൊടുകുത്തിയ സഖാവ ചെങ്കോട്ടിൽ ഭദ്രൻ. നല്ല അടിപൊളി പേരാണല്ലോ, ലൈലാസുരൻ. സഖാവ് ലൈലാസുരൻ. അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല, ഒപ്പിട്ടിട്ട് കൊണ്ടുപോയിക്കോ. സാറേ നിന്നാർക്കും വേണ്ടടാ. നീ പൊക്കോ. സാറേ എന്റെ ഫോൺ എടുത്തോട്ടെ. മേടിച്ചടാ. ഇവരുടെ കോളേജിൽ എന്തോ സ്ട്രൈക്കോ മറ്റോ. കോളേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് ചെന്നതാ. പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വന്നിട്ട് വിട്ടയക്കാന്ന് കരുതി. അത്രേ ഉള്ളൂ. മോനെ, ഞാനും കുറെ രാഷ്ട്രീയമൊക്കെ കളിച്ചിട്ടുള്ളതാ കോളേജിൽ പഠിക്കുമ്പോ. പണ്ട് ഈ പിള്ളേരുടെ പഠിപ്പ് മുടക്കിയുള്ള സമരമൊന്നും വേണ്ട. നിന്നവർ ഉപദ്രവിച്ച എന്തിന്? ചോദിക്കാനും പാടില്ലേ? എടാ കോളേജിൽ എന്തായിരുന്നു? കോളേജിലൊരു കോപ്പില്ല, ഇത് കേറും. പാപ്പനോട് പറയാനല്ലേ? പാപ്പന്റെ അത് നമ്മുടെ ഭദ്രൻ സഖാവല്ലേ? ഗജേന്ദ്രനൊന്ന് കാണണം. വെറുതെ അതികടന്നിനെ മൽപ്പിടുത്തം പിടിക്കണ്ടെന്നാ വലിച്ചാവ്. ഫിഫുടാ, അവൾക്ക് എന്നോട് പറഞ്ഞ വിശ്വസിക്കണ എന്തെങ്കിലും ഒരു കള്ളം പറയായിരുന്നില്ലേ? നീ എന്നെ എന്ത് പഠിക്കാനായിട്ടാണ്? എന്തെങ്കിലും കാണിക്കും വാങ്ങാത്ത. എടാ, ഞാൻ അവളെ ശരിക്കും സ്നേഹിച്ചു വരായിരുന്നടാ. നിനക്ക് അവളോട് അത്രയും ദേഷ്യം ഉണ്ടാ? ഫോൺ എടുക്ക്. വിളിക്കണ? വിളിച്ച് 4 വർത്താനം പറ. അല്ല കണ്ണു പൊട്ടണ ഈത്ത് പറയണം. ഹലോ സാറോ, ഇത് ഞാനാ. എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മനസ്സിലായില്ലല്ലോ. ഇത് ഞാനാ, ലൈലാസുരൻ. തീരുമാനായി. എടാ, അവള് ഫോൺ കട്ട് ചെയ്തു. മനസ്സിലായി. വേണ്ട, വിളിക്കണ്ട. ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ സ്വിച്ചോ. ഒരു നാളങ്ങളുണ്ട. ഹലോ അമ്മേ, ഞാൻ വന്നോളാം. വന്നിട്ട് ഞാനെന്ത് ചെയ്തിട്ടാടാ? അവള് മാത്രമല്ല പെണ്ണായിട്ടുള്ളൂ. അവളോട് പോയി പണിയൊക്കെ പറയണ ഫിഫു. അത്രേ ഉള്ളൂ. ഈ ലൈലാസുരൻ ഏതൊരു പെണ്ണ് കഴിച്ചാൽ തളർത്താൻ പറ്റണ. ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യണ്ട തോന്നറില്ലല്ലോ. വേഗം വിട്ടോ നീ. ഇടിമിന്നലൊന്നും ഇല്ലല്ലോ. പക്ഷെ നല്ല മഴ വരാൻ പോകുന്നുണ്ട്. കോളേജില് കയറണ്ടായിരുന്നു. മലയാളം എളുപ്പടാ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. പക്ഷെ ക്ലാസ്സിൽ കയറണം, ഉഴപ്പരുത്. ഇനി നന്നായിട്ടൊക്കെ പഠിക്കണം. പ്രലോഭനങ്ങൾ പലതും ഉണ്ടാവും. നമുക്ക് ഒന്നും മിണ്ടാതിരിക്കണം. പറന്നുയർന്നൊരു ചെങ്കൊടിയായി ഉയർന്നു വന്നൊരു പോരാളി അസുരാസുരനെ അഭിവാദ്യങ്ങൾ
സാകളെ കഴിഞ്ഞ 2 ആഴ്ചകളായി കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള് നിങ്ങൾ ഓരോരുത്തരും നേരിട്ട് കണ്ടു കാണുമല്ലോ. അന്ന് ലൈലാസുരം കാണിച്ച ധൈര്യം പറയാൻ വാക്കുകളില്ല. കൂടുതൽ വലിച്ചിട്ടുള്ള കാര്യങ്ങളോട്ട് കിടക്കാം. ഇനിയുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും സഖാവ് ലൈലാസുരൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വർഷം യൂണിയൻ ഇലക്ഷന് സെക്കൻഡ് DC റെപ്പായിട്ട് നമ്മുടെ SFKക്ക് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് സഖാവ് ലൈലാസുരനായിരിക്കും. ലൈലാസുര, അതെ, നമുക്ക് ഓഫീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. പോസ്റ്റ് അടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളത് പോയിട്ട് വേണമെന്നില്ല, അവിടെ നിന്നാണ്. സഖാവേ, ഇതാണ് നമ്മുടെ താവളം, അതായത് നമ്മുടെ ക്ലാസ് റൂം. സഖാവ് ഇരിക്കി. സന്ധ്യ ഇരിക്കി. ഇല്ല, അവിടെ നിന്നോളാം. എന്നാലും സഖാവിനെ പോലെ ഒരാളെ ഇതുവരെ പാർട്ടി ഓഫീസിലോട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. അതിന് ഞാൻ അറിഞ്ഞില്ല. എന്ത് ഉള്ളിൽ ഇത്രയും വലിയൊരു സഖാവുള്ള കാര്യമോ? അല്ല, ഞാൻ പറയാൻ വന്നതല്ല, മൊത്തത്തിലുള്ള ഈ ലുക്കൊക്കെ ഒന്ന് മാറ്റണം. ഈ വസ്ത്രധാരണേ ഞങ്ങളെ കണ്ടില്ലേ. പിന്നെ സഖാവ് ഇപ്പൊ പഴയ ആളൊന്നുമല്ല. ഏത് മനസ്സിലായില്ലേ? ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. SFKയുടെ ഭാവി ഇനി അത് സഖാവിന്റെ കയ്യിലാണ്. ഞാൻ അതങ്ങ് തരും. ആ, നിങ്ങളൊരു 5 റൗണ്ട് കൂടെ ഓടിയിട്ട് ഓഫീസിലേക്ക് വാ. സഖാവ് CK ലൈലാസുരൻ. തന്റെ ആവേശമൊക്കെ എനിക്ക് ഇഷ്ടമായി. രാഷ്ട്രീയമൊക്കെ നല്ലതാ, പക്ഷെ ഉഴപ്പരുത്. ബിജു ഫെർണാണ്ടസ്. തനിക്ക് ഇച്ചിരി കൊഴുപ്പ് കൂടി വരുന്നു. ഐ മീൻ ബെല്ലി ഫാറ്റ്. ഫ്രീ ടൈമില് ഗ്രൗണ്ടിലോട്ടൊന്ന് ഇറങ്ങും, നമുക്കൊരു 5 റൗണ്ട് ഓടാം. ഓക്കെ. പ്രൊഫസർ പോൾ വർഗീസ് ജിമ്മിലേക്ക് വരുന്നോ? ആന്നേ, 170 പക്ഷെ പഠിക്കാം. എപ്പ ജയിലിൽ നിന്ന് ഇറങ്ങി? അവിടെ ചായ ഉണ്ടോ പറയല്ലേ? ചില മാറ്റങ്ങളൊക്കെ അനിവാര്യമുണ്ട്. ഞാനിതിനെ നോക്കിക്കാണുന്നത് വേറൊരു തലത്തിലാണ്. നാളെ വരുമ്പോ മുടി മറക്കല്ലേട്ടാ. ചേട്ടാ, ഞാൻ സന്ധ്യ. ഞാനാണെന്ന് ചേട്ടന് വേണ്ടി ആദ്യമായിട്ട് ജയ് വിളിച്ചത്. ഓ, അത് കുട്ടിയാണ്. അന്ന് ജയ് വിളിച്ചില്ലേ? ഷോ എന്തൊരു ആവേശമായിരുന്നു. ചേട്ടനാ കൊടിയെടുത്ത് പറത്തിയപ്പോ രോമാഞ്ചായിരുന്നു ശരിക്കും. എന്നാ ചേട്ടാ, ഞാനങ്ങട് എല്ലാവരും എന്നെ കളിയാക്കാണ. ലൈലൂടാ, നീ ഇപ്പൊ പഴയ ആളൊന്നുമല്ല. ഒരു കോളേജ് മൊത്തം പറപ്പിച്ച് സസ്പെൻഷൻ മേടിച്ച് ജയിലിലൊക്കെ കിടന്ന് പത്രത്തിലൊക്കെ ഫോട്ടോ വന്ന സഖാവ് ലൈലാസുരനാണ് നീ. കള്ളാ. ലൈലു, ലൈലാസുര, ഇനി നിന്റെ വരവാണ്. ശരിക്കും ശരിക്കും വണ്ടി എടുക്ക നീ. സഖാവ് ലൈലാസുരനല്ലേ അത്? മേക്ക് ഓവറായി പോയോ? ഏയ്, ആള് നല്ല ചുള്ളനായിണ്ടല്ലോ. ഇവനെന്ത് പറ്റിയടാ? ഇന്നലെ വരെ കുഴപ്പമുണ്ടായിരുന്നല്ലോ. അന്ന് രാത്രി അവരുടെ വീട്ടിൽ വിരുന്നുകാരെത്തി. പുൽത്തകിടിയിൽ ഭക്ഷണ സാമാനങ്ങൾ ഒരുക്കിയ മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് അവർ ഇതെന്താ മുണ്ടൊക്കെ? പിറന്നാളാണോ? മൊത്തത്തിലൊരു ചേഞ്ച്. ആർക്കാണ് മിസ് ഇഷ്ടമല്ലാത്തത്? ലൈലാസുരന്റെ അസൈൻമെന്റ് വെച്ചായിരുന്നോ? ഇല്ല മിസ്. അയ്യോ, വലിയ കാര്യം ചെയ്ത പോലെ. അസൈൻമെന്റ് വെക്കാൻ എന്റെ ക്ലാസ്സിൽ ഇരിക്കാന്ന് വിചാരിക്കണ്ട. ഫിഫു പാടാ. രണ്ടുപേരും ഒന്ന് നിന്നേ. ഫിജോ അസൈൻമെന്റ് വെച്ചായിരുന്നില്ലേ? പിന്നെ നീ എങ്ങോട്ടാ? ഫിജോ കയറി ഇരിക്കും. ഒരാളും അസൈൻമെന്റ് വെക്കാതെ എന്റെ ക്ലാസ്സിൽ ഇരിക്കാന്ന് വിചാരിക്കണ്ട. പോട്ടെ മിസ്, അസൈൻമെന്റ് വെച്ചിട്ടാണോ? പോട്ടെ സുഹൃത്തുക്കളെ. നമ്മളെവിടെ നിർത്തിയത്? എന്തായാലേ മിസ്സേ, നമ്മളൊക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വായിട്ടലിക്കണ പൈസ ഇവന്മാരൊരു ഹായ് ഗൈസ് പറഞ്ഞാൽ കിട്ടും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരുമാനമുണ്ട് മിസ്സേ. എന്താ മിസ്സേ, യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വല്ല പ്ലാൻ ഉണ്ടോ? പൊന്നു മിസ്സേ, എനിക്ക് വേറെ പണിയുണ്ട്. ഈ ജീവിതയാനത്തിൽ നമുക്ക് എന്നും ഓർത്തു വെക്കാൻ ചില ഓർമ്മകളെ ഉണ്ടാകൂ. ആ ഓർമ്മകൾ നമുക്ക് ഒരുമിച്ച് സൃഷ്ടിച്ചൂടെ? എന്നും ഓർമ്മയ്ക്കായി എന്ന് സ്വന്തം വാക്യം അജ്ഞാതൻ. വേദിയിൽ
ഏതോ ശോകാന്ത ഗാനം ഏതോ ഗന്ധർവൻ പാടുന്നുവോ വോ മിസ് മേഴ്സിനെ വരൂ അന്താക്ഷരി കളിക്കാം. വോ വെച്ചൊരു പാട്ട് പാടൂ. വോ വോളിബോളിന്റെ വോ പറ്റുന്നില്ല. ആ, അല്ല അത് വോ അല്ലല്ലോ. പോയോ എടാ യാ അല്ല വോ എടാ വോ. ലൈലു കണ്ണൂർ ലൈലു കണ്ണൂർ കടാ ലൈലു ഡാ എന്ത് പറ്റി ലൈലു? ആ കണ്ണൂർന്ന ഒന്നും പറ്റിയിട്ടുണ്ടാവില്ലല്ലേ? എഴുന്നേറ്റ് ഡബിള് അമ്മേ